പ്രൈസ് ലോർഡ്. ഒരുപാട് ഇൻസ്പയർ ചെയ്തൊരു കോട്ട് പറയാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ, ആത്മീയ ജീവിതത്തിൽ ഈശോയിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശരിക്കും ഉപകാരപ്പെടാൻ പോകുന്നൊരു കോട്ടാണിത്. ഇത് ഫൗസ്റ്റീന ഡയറിക്കകത്തുള്ളതാണ്. ഭയങ്കര പവർഫുള്ളാണ്. നമുക്കിങ്ങനെ ഈശോയിലേക്ക് ശക്തമായിട്ട് വളരാൻ പറ്റും. കോട്ടിങ്ങനെ, ഈ മണിക്കൂറിൽ എന്നിലേക്ക് വർഷിക്കുന്ന കൃപകൾ അടുത്ത മണിക്കൂറിൽ ആവർത്തിക്കപ്പെടുന്നില്ല. കൃപകൾ വീണ്ടും എനിക്ക് ലഭിക്കുമായിരിക്കും, എന്നാൽ അതേ കൃപകളായിരിക്കില്ല. കടന്നു പോകുന്ന നിമിഷങ്ങൾ ഒരിക്കലും മടങ്ങി വരുന്നില്ല. അതിൽ അടങ്ങിയിരിക്കുന്നതിന് ഒരിക്കലും മാറ്റമില്ല. നിത്യതയ്ക്ക് വേണ്ടി അത് മുദ്ര വയ്ക്കപ്പെട്ടിരിക്കുന്നു. ഈ മണിക്കൂറിൽ എനിക്ക് വർഷിക്കുന്ന കൃപകൾ അടുത്ത മണിക്കൂറിൽ ആവർത്തിക്കപ്പെടുന്നില്ല. കൃപകൾ വീണ്ടും എനിക്ക് ലഭിക്കുമായിരിക്കും, എന്നാൽ അതേ കൃപകളായിരിക്കില്ല. കടന്നു പോകുന്ന നിമിഷങ്ങൾ ഒരിക്കലും മടങ്ങി വരത്തില്ല. അതായത് ഞാൻ ഈ മൊമെന്റിൽ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന കൃപയല്ല അടുത്ത മൊമെന്റിൽ ലഭിക്കുന്നത്. ബൈബിളിൽ ഫിലിപ്പി 2:11 തന്റെ അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ദൈവമാണ്. തന്റെ അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നിങ്ങൾ ഉത്തേജിപ്പിക്കുന്ന ദൈവമാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നുമ്പം നമ്മൾ പ്രാർത്ഥിക്കണം. ഒരു കൃപയ്ക്ക് വേണ്ടിയാണ് തോന്നല്, അതങ്ങ് പ്രാർത്ഥിക്കുക. നമ്മൾ അതായത് ഒരു കാര്യമുള്ളൂ എന്ന് വെച്ചാൽ എപ്പോഴും ഒരു കാര്യം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാന്നല്ല ഉദ്ദേശിക്കുന്നത്. പ്രാർത്ഥന മുടക്കരുത്. അങ്ങ് മുടക്കിയേക്കാം. ഇന്ന് കുറച്ചു നേരം സിനിമ കണ്ടിരിക്കാം, അല്ലെങ്കിൽ ഇന്ന് കുറച്ചു നേരം ചാറ്റ് കണ്ടിരിക്കാം. അങ്ങനെ ചെയ്യരുത്. പ്രാർത്ഥിക്കണം. അങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് പ്രാർത്ഥിക്കുമ്പം സ്ഥിരതയോടെ പ്രാർത്ഥിക്കുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും കർത്താവ് ശക്തമായ പ്രതിഫലം. ഗലാത്തി 6:9 പറയുന്നത്, നന്മ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ, മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാല ഫലം എടുക്കാം. നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നാതിരിക്കട്ടെ, മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാല ഫലം എടുക്കാം. വചനം പറയുന്ന റോമ 12 പറയുന്നു, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളതായിരിക്കും. നമ്മുടെ പ്രാർത്ഥന സ്ഥിരതയുള്ളതായിരിക്കണം. അങ്ങനെ സ്ഥിരതയുള്ള പ്രാർത്ഥനയാണെങ്കിൽ ഓരോ മൊമെന്റിലെ കൃപകളും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് പണ്ടൊരു ചേട്ടന് ഒരു പ്രലോഭനം ഉണ്ടാവുക, ഒരു സെക്ഷൽ ടെൻഡേഷൻ ഉണ്ടാവുക. ഈ മനുഷ്യന് ഭയങ്കരമായ ടെൻഡേഷൻ ഉണ്ടായപ്പം പുള്ളി എന്ത് ചെയ്തു? പുള്ളി ഉടൻ തന്നെ മുട്ടുകുത്തി കൈ വിരിച്ചു പിടിച്ച് ഒരുപാട് നേരം സ്തുതിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ടെൻഡേഷൻ പോയി കഴിഞ്ഞ് സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ വിഷൻ തുറക്കപ്പെട്ടു. പുള്ളിക്ക് വിഷൻ കിട്ടി, പുള്ളിക്ക് ദർശനം കിട്ടി. അങ്ങനെ പുള്ളിയുടെ അഭിഷേകം അടുത്ത ലെവലിലേക്ക് ഉയർന്നു. നമ്മുടെ ലൈഫിൽ പ്രലോഭനം നമ്മൾ തോപ്പിക്കുമ്പം, നമുക്ക് ചിലപ്പം പ്രലോഭനത്തെ കീഴടങ്ങുമ്പം അത് ചിലപ്പം അടുത്ത വിഷനിലേക്കുള്ള, അടുത്തൊരു പടിയിലേക്കുള്ള ഒരു ഡോർ അടയുമായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഓരോ സിറ്റുവേഷൻസിലും പ്രാർത്ഥിക്കാൻ തോന്നുമ്പോൾ തന്നെ പ്രാർത്ഥിക്കുക. ഉറപ്പായിട്ടും കർത്താവ് നമ്മളെ അടുത്ത ലെവലിലേക്ക് വളർത്തും. ആമേൻ.